കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ നിന്ന് കാടനുഭവം നേടാൻ ഒരു യാത്രയായാലോ? നിറഞ്ഞ പച്ചപ്പുള്ള കാട്, അവിസ്മരണീയമായ ട്രക്കിംഗ്, ജലസമൃദ്ധിയുടെ കാഴ്ചകൾ ഒരുക്കി ഡാം, ഇവയെല്ലാം സകുടുംബം ആസ്വദിക്കാം. തൃശൂർ നഗരത്തിൽ നിന്ന് വെറും 1 മണിക്കൂർ യാത്ര മതി അതുല്യമായ ഈ കാടനുഭവം നേടാൻ. അതാണ് ചിമ്മിനി വന്യജീവി സങ്കേതത്തിന്റെ ആകർഷണം. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ചിമ്മിനിയുടെ കുളിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ദേശീയ പാതയിൽ ആമ്പല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടങ്ങാം. ഇത്രയും മനോഹരമാണോ റബ്ബർ തോട്ടങ്ങൾ എന്ന് നമുക്ക് അതിശയം തോന്നും. കാറ്റേറ്റ് ചെരിഞ്ഞു നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര തന്നെ മനം കുളിർപ്പിക്കും. അകലെ കുന്നുകളിൽ മഞ്ഞ് മേലാപ്പണിയിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയിൽ നിന്ന് ഈ റോഡിലെത്തിയിട്ട് അരമണിക്കൂർ പോലും ആയിട്ടില്ല എന്നോർക്കുമ്പോൾ അതിശയം തോന്നും. ആനകൾ ഇറങ്ങുന്ന മേഖലയാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ സായാഹ്നത്തിലെ യാത്രകൾ ഒഴിവാക്കാം. ഇടയ്ക്കിടെ ചിരിച്ചു പാഞ്ഞു പോകുന്ന അരുവികളുടെ ജലക്കാഴ്ചകളാണിനി. കാൽമുട്ടൊപ്പം കുളിർജലം ഒഴുകുന്നവയും ആനയെ ഒഴുക്കിക്കൊണ്ടു പോകാവുന്ന ശക്തമായവയും ഈ കൂട്ടത്തിലുണ്ട്. പലയിടത്തും കാടിന്റെ അതിരാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഉള്ളിലേക്ക് കയറാൻ. എച്ചിപ്പാറ എന്ന ജനവാസ കേന്ദ്രം കഴിഞ്ഞാൽ ചിമ്മിനി വനം വകുപ്പിന്റെ കവാടമെത്തും. അവിടെ പ്രവേശനം രേഖപ്പെടുത്തി മുന്നോട്ടു പോകാം. ഇനി എസ്റ്റേറ്റുകളല്ല, തനി കാടാണ്. ചിമ്മിനി ഒരു പകൽ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ട്രക്കിങ്ങുകൾ പലവിധമുണ്ട്. അതിലേറ്റവും രസകരം ചൂരത്തള വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടത്തമാണ്. ചിമ്മിനി ഡാമിന്റെ കരയിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരും. പതിയെ കഥകൾ കേട്ട് കാട് കയറാം. ട്രക്കിങ്ങിനുള്ള ചിമ്മിനിയിലെ കാട് ഭീകര സ്വഭാവമുള്ളതല്ല. തേക്ക് പ്ലാന്റേഷനിലൂടെ നടത്തം തുടങ്ങി ചെറിയ കുന്നുകൾ താണ്ടി നമുക്ക് മുന്നേറാം. കാഴ്ചകൾ കിട്ടുന്ന തരത്തിൽ തുറന്ന സ്വഭാവമാണ് കാടിന്. ഇടയ്ക്ക് കിന്നാരം പറഞ്ഞൊഴുകുന്ന അരുവികൾ കാൽ മാത്രമല്ല മനവും നനയ്ക്കും. വൈവിധ്യമുള്ള മരങ്ങളാണ് ചുറ്റിനും. കുന്തിരിക്ക മരത്തിന്റെ തൊലിയിലെ പാടുകളിൽ കൈയുരസിയാൽ ആ ഗന്ധമറിയാം. ഈ ചുവന്ന ഫലമാണ് മുട്ടിൽപ്പഴം. മരത്തിന്റെ തായ്തടിയിൽ അടിയിലാണ് ഈ കായ്കൾ ഉണ്ടാവുക എന്ന് ഗൈഡ് പറഞ്ഞു തന്നു. പേരറിയാ കായ്കൾ പൊഴിക്കുന്ന മരങ്ങളും സംഗീതം പൊഴിക്കുന്ന കിളികളും നമ്മുടെ യാത്ര രസകരമാക്കും. ഇതാ നമ്മൾ ചൂരത്തള ജലപാതത്തിനടുത്തേക്കെത്തി. പകുതി തുറന്നൊരു ഗുഹ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പാറക്കെട്ട്. അതിനു മുകളിൽ നിന്ന് ചെറു നീരുറവകൾ. ഈ കുഴി കണ്ടോ? ഇതിൽ വേനലിലും വെള്ളം വറ്റുകയില്ലത്രേ. എന്തൊരു രുചിയാണ് കുടിവെള്ളത്തിന്! ചൂരത്തള വെള്ളച്ചാട്ടം തന്റെ സംഗീതം കൊണ്ട് നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. പല തട്ടുകളിലായി പെയ്യുന്ന ഒരു മഴ പോലെയാണ് ചൂരത്തളം. ഇതിനുള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റും എന്നതാണ് പ്രത്യേകത. സാഹസിക സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിന് കീഴിലിരിക്കും. മസാജ് ചെയ്യുന്ന പ്രതീതിയാണ് അപ്പോൾ ലഭിക്കുക. ചൂരത്തളയെ മുകളിൽ നിന്നും താഴെ നിന്നും കാണാൻ പറ്റും. ഈ ട്രക്കിങ്ങിന്റെ ലക്ഷ്യസ്ഥാനം ഇതാണ്. ഇനി താഴേക്ക് നടന്നിറങ്ങാം. കാട്ടിൽ നിന്ന് ജലാശയത്തിനരികിലേക്കാണ് ഇനി നമ്മൾ പോവുക. ഈ പാറപ്പുറത്ത് കയറി ചിമ്മിനി ഡാമിന്റെയും ചുറ്റുമുള്ള കുന്നുകളുടെയും കാഴ്ചകൾ ആസ്വദിച്ച് കുറച്ചുനേരം വിശ്രമിക്കാം. പളുങ്കുജലം നമ്മളെ ഇറങ്ങാൻ ക്ഷണിക്കുമെങ്കിലും ഒരിക്കലും ദീർഘനേരത്തെ നടത്തം കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങരുത്. നല്ല നീന്തൽക്കാർ പോലും ഈ കയത്തോട് സുല്ലിട്ടിട്ടുണ്ട്. ബിബിൻ പാറ എന്നാണ് ഈ പാറയെ ഇവിടത്തുകാർ വിളിക്കുന്നത്. നല്ലൊരു നീന്തൽക്കാരനായിരുന്ന ബിബിൻ എന്നയാൾ ഈ കയത്തിൽ മുങ്ങി മരണപ്പെട്ടതുകൊണ്ടാണത്രേ ഈ പേര്. പാറപ്പുറത്തിരുന്ന് ക്ഷീണം മാറിയാൽ തിരികെ ഓഫീസിലേക്ക് നടക്കാം. ഇനി സാധാരണ പാതയാണ്. പക്ഷേ അവിടെയും ആനകൾ ഇറങ്ങിപ്പോയതിന്റെ പാടുകൾ കാണാം. ഡാമിലെ കുട്ടവഞ്ചി സവാരിയും അതുല്യമായ ഒരനുഭവമാണ്. ഓഫീസിനടുത്തുള്ള പുൽമേട്ടിൽ നിന്ന് ഡാം കുറുകെ കടന്ന് അക്കരെ ചെന്ന് തിരികെ വരാം. അതിനുള്ള ടിക്കറ്റ് വേറെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നക്ഷത്ര ആമയെയും ആനക്കൂട്ടത്തെയും കാണാമെന്ന് ഗൈഡ് പറയുന്നു. ചിമ്മിനി നൽകുന്ന അനുഭവം അത് വേറെ തലത്തിലുള്ളതാണെന്ന് സഞ്ചാരികളും. ഇനി ഡാമിന്റെ വ്യൂ പോയിന്റ് കാണാൻ ഡ്രൈവ് ചെയ്യാം. ഷട്ടറുകൾ തുറന്നതിനാൽ മഴപ്പെയ്ത്ത് കൊള്ളുന്നതിനേക്കാൾ നനയും പാലത്തിൽ നിന്നാൽ. നനഞ്ഞു കുളിച്ചാണ് സഞ്ചാരികൾ ഇവിടെ നിന്ന് പോകുന്നത്. മുകളിലേക്കുള്ള പാതയിലൂടെ ചെന്നാൽ ഡാമിന്റെ മുകൾ കാഴ്ചയാണ് കിട്ടുക. കുറുമാലി പുഴയുടെ കുറുകെയാണ് ഈ ഡാം.
ജലസേചനമാണ് ലക്ഷ്യം. 1996 നിർമ്മിച്ച ഡാം 10 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു. സകുടുംബ സഞ്ചാരികൾക്ക് യോജിച്ച ഇടമാണ് ചിമ്മിനി. ട്രാവൽ നോട്ട്സ്. റൂട്ട്: തൃശൂരിൽ നിന്ന് ആമ്പല്ലൂർ വഴി ചിമ്മിനിയിലെത്താം. ദൂരം 44 കിലോമീറ്റർ. കല്ലൂർ വെള്ളാനിക്കോട് വഴിയാണ് യാത്രയെങ്കിൽ ദൂരം കുറയും, 40 കിലോമീറ്റർ ആകും. ഒരിക്കലും ജലാശയത്തിൽ ഇറങ്ങി നീന്തരുത്. കാട് കയറുന്നതിന് മുൻപ് ലഘു ആഹാര സാധനങ്ങളും വെള്ളവും കരുതുക. ടിക്കറ്റ് കൗണ്ടറിൽ നൽകാനായി കാശ് കരുതുക. ഫോൺ നെറ്റ്വർക്ക് ഉണ്ടാകില്ല. അത്യാവശ്യമാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിലെ വൈഫൈ ഉപയോഗിക്കാം. ട്രക്കിങ്ങിനും കുട്ടവഞ്ചി യാത്രയ്ക്കും വെവ്വേറെ ടിക്കറ്റാണുള്ളത്. തോർത്ത് കയ്യിൽ കരുതിയാൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. 8547603451.